പ്രിയപ്പെട്ടവരാരെങ്കിലും നാട്ടിലോട്ട് വരുമ്പം നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് അവരെ കാണുക എന്നുള്ളതാണ്. മറ്റേത് എന്താണെന്ന് വെച്ചാൽ പെട്ടി പൊട്ടിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ പെട്ടി പൊട്ടിക്കുമ്പോൾ ഒരു മുട്ടുപിന്നായാലും കിട്ടുമ്പോൾ ഒരു സന്തോഷം എല്ലാവർക്കും തോന്നാറുണ്ട്. പക്ഷേ ഇതൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പ്രവാസി നാട്ടിലോട്ട് വരുമ്പോൾ കുറേ നാൾക്ക് ശേഷം വരികയാണ്. അപ്പോൾ ആർക്കൊക്കെ എന്തൊക്കെ വാങ്ങിക്കണം, അതിൻ്റെ പാക്കിങ് കാര്യങ്ങൾ ഒക്കെ ഭയങ്കര കൊനിഷ്ട് പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, എല്ലാവർക്കും ഒരുപോലെ ഈക്വലായിട്ട് സാധനങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും മുഖം ഒന്ന് തെളിഞ്ഞ് കാണണ്ടേ. അത് അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കാര്യമല്ല കേട്ടോ. ഞാൻ 2 വർഷം മുമ്പ് ഉംറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടിലോട്ട് വരാൻ നേരത്ത് ഒന്നും വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പിള്ളേർ പറയുമല്ലോ. അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും ഇഷ്ടത്തിനൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുന്നു, പിന്നെ അത് അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു, അതിൻ്റെ പാക്കിങ് കാര്യങ്ങൾ ഓഹോ ആലോചിക്കാൻ വയ്യ, അത്രയും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു തവണ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ വർഷവും അല്ലെങ്കിൽ 2 വർഷമൊക്കെ കൂടും വരുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരെത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? കാര്യമുണ്ടല്ലോ. ഈ ഒരു ഫെറാറോ റോഷർ എനിക്ക് ഇക്ക വന്നപ്പോൾ കൊണ്ടു തന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും എല്ലാം കൊടുത്തപ്പം എന്നോട് പറഞ്ഞു നിനക്കുള്ള സ്പെഷ്യലാണെന്നും പറഞ്ഞ് തന്നെയാണ്. ഞാൻ മാത്രമൊന്നുമല്ല കഴിച്ചു, എല്ലാവരും കഴിച്ചു. എന്നാലും ഈ സോപ്പ് പെട്ടിയും വേസ്റ്റിൻ്റെ ബോക്സും ഒന്നും കളയാത്ത ഞാൻ ഈ ഫെറാറോ റോഷറിൻ്റെ ബോക്സ് എങ്ങനെ കളയും? അപ്പോൾ ഇത് എനിക്ക് സ്പെഷ്യലായിട്ട് ഇതൊന്ന് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് അങ്ങനെ വെക്കണ്ട, എന്തെങ്കിലും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ അൽക്കുലിത്ത് പരിപാടി കേട്ടോ. ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം ഇത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ഞാൻ യൂട്യൂബിൽ കുറേ അടിച്ച് നോക്കിയിട്ട് അതിനകത്തൊന്നും എനിക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാം യൂട്യൂബിൽ ഇതുവരെ കാണാത്തൊരു ഐറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് തുടങ്ങാമായിരുന്നു. പക്ഷേ ഇതുവരെ കാണാത്ത ഐറ്റം എന്ന് എനിക്ക് അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എന്തായാലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ബോക്സ് വെച്ചിട്ടുള്ള ഐറ്റം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഒരു മിഠായി കവറില്ലേ, ഇത് വെച്ചിട്ട് റോസാപ്പൂക്കളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ചെയ്യാം. എന്തായാലും ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബോക്സ് വെച്ചിട്ടാണ്. അപ്പോൾ മാക്സിമം ഞാൻ ഈ ബോക്സിൽ നിന്ന് എടുക്കാൻ പറ്റുന്നിടത്തോളം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. കാർഡ്ബോർഡ് വെച്ചിട്ട് തന്നെ ഞാൻ ഫ്രെയിമും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമിന് എനിക്ക് എപ്പോഴും ഇഷ്ടം ബ്ലാക്കാണ്, അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് കൊടുത്തത്. പിന്നെ ഈ ഗോൾഡൻ കളർ ഫ്ലവറിന് ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നി. മെയിനായിട്ട് നമുക്കിതിന് വേണ്ടത് ഇത് ഈ ഒരു കമ്പിയാണ് കേട്ടോ. ഗോൾഡൻ കളർ കമ്പി ഉണ്ടെങ്കിലേ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ടിഷ്യൂ പേപ്പറും കൂടെ ഒട്ടിച്ചുകൊണ്ട് നല്ലൊരു ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഗോൾഡൻ ബീഡ്സും കൂടെ വെച്ചപ്പോൾ ഒരു ലക്ഷറി പീസ് ഐറ്റമായിട്ടൊക്കെ തോന്നിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.